ഏതിരുട്ടിലും ഒളിച്ചിരുന്ന് വീടുകളിൽ കയറി പണവും സ്വർണവും മോഷ്ടിക്കുന്ന, എതിർക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവനൊടുക്കാൻ പോലും മടിയില്ലാത്ത അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്ക് എന്നും പേടി സ്വപ്നമാണ്. ആലപ്പുഴയിലും തുടർന്ന് എറണാകുളത്തും ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കൻ പറവൂരിൽ നിരവധി വീടുകളിലാണ് മോഷണശ്രമം ഉണ്ടായത്. രാത്രി ഒരു 1 മണി സമയത്താണ് ഞാൻ അമ്മയും ഉറങ്ങിയിരുന്നു. അമ്മയാണ് ആദ്യം സൗണ്ട് കേട്ട് വാതിൽ കുറ്റിയിറണ ലൈറ്റ് അടിച്ചിട്ട് കുറ്റിയിറണ ഒച്ചയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ ചവിട്ടണ പൊളിക്കണ സൗണ്ട് കേട്ട്. അപ്പൊ അമ്മേനെ എന്നെ വിളിച്ചപ്പോ തന്നെ പിന്നെ ലൈറ്റ് ഇടുകയും ചെയ്തു. അപ്പൊ തന്നെ അവര് പോവുകയാണ് ചെയ്ത്. 13-ാം തീയതി വെളുപ്പിന് ഏകദേശം 2:20 കാണും. ഞങ്ങളൊരു വാതിൽ അടയുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടാണ് ഞങ്ങള് എഴുന്നേറ്റത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നോക്കി ചുറ്റും ലൈറ്റ് ഇട്ടു. അപ്പൊ നോക്കിയപ്പോ പുറകുവശത്തെ വാതിലിന്റെ ടവർ ബോൾട്ടിന്റെ കുറ്റി ഊരിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ മുകളിലത്തെ കുറ്റി അവർക്ക് ഊരാൻ പറ്റിയില്ല. അതിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഞങ്ങള് എഴുന്നേറ്റതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റ് ഇട്ടു, ചുറ്റും ലൈറ്റ് ഇട്ടു. അപ്പൊ തൊട്ടടുത്ത് അനിയന്റെ വീടുണ്ട്, അനിയനെ വിളിച്ചു. അനിയനും വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പൊ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒച്ചാനക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പേടിയോടെയാണ് അവസ്ഥ. കാരണം ഈ വാർത്ത വരുന്നത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ കുടുംബസംഘമാണെങ്കിൽ അവര് മോഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം മോഷ്ടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൊല ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളിപ്പോൾ ഭയങ്കര ഭീതിയോടെ കാണുന്നത്. അതിനിടെ പറവൂരിലെ കുറുവാ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം രൂപീകരിച്ചു. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, ആലപ്പുഴയിലെത്തിയ അതേ സംഘം തന്നെയാണോ ഈ പറവൂരിലും എത്തിയതെന്ന് പോലീസ് കരുതുന്നുണ്ടോ? നിലവിൽ ഏകദേശം 6-ലധികം വീടുകളിലാണ് പറവൂരിൽ മോഷണം നടന്നത്. ഈ കേസുകളിൽ എന്തെങ്കിലും സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇതിലെ പറവൂരിലെത്തിയ മോഷണ സംഘം അത് കുറുവാ സംഘത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഉൾപ്പെട്ടവരാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കുറച്ചുകൂടി സമയം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൽ കുറച്ചുകൂടി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതിന് നിലവിൽ അവരുടെ പക്കലുള്ളത് ഈ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പ്രവർത്തന ശൈലി, അവിടെ ഈ മോഷണത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാമാണ് നിലവിലുള്ളത്. ഇവരുടെ ഒരു പ്രവർത്തന രീതി വെച്ച് വീടിൻ്റെ പിൻഭാഗത്തെ ഡോറുകൾ ലക്ഷ്യമിടുക, അത് കുത്തി തുറക്കാൻ ശ്രമിക്കുക. അതുമാത്രവുമല്ല, ഇതിൽ പലപ്പോഴായി നമ്മളുടെ നാട്ടിൽ ഇവിടെ നടക്കുന്ന മോഷണങ്ങൾ പലപ്പോഴും ഒരു ശ്രമം നടത്തി ഉപേക്ഷിച്ച അടുത്ത വീടുകളിലേക്ക് പോകാതെ കടന്നു കളയുന്നവരൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തുടർച്ചയായ വീടുകളിലേക്ക് ഒന്നും നടന്നില്ലെങ്കിൽ അവിടെ ബഹളം കേട്ടാൽ കുറച്ചു മാറി അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുന്നു, അതിന് തൊട്ടപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറാൻ ശ്രമിച്ചാൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവരത് പോകുന്നത്. അതിന് കൃത്യമായി അവർക്ക് യാതൊരുവിധ ഭീതിയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അത് തന്നെയാണ് ഇത് കുറുവാ സംഘമാകാം എന്ന രീതിയിലേക്ക് പോലീസ് സംശയം ജനിപ്പിക്കുന്നത്. വടക്കൻ പറവൂരിലും എത്തിയത് അവർ തന്നെ ആകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് പോകാനുള്ളൊരു പ്രധാന കാരണം തന്നെയാണ് ഇങ്ങനെ നിർഭയമായി ഇവർ നേരിടുക എന്നതാണ്. ഒരു വീട്ടിലേക്ക് കയറിച്ചില്ല. നമ്മൾ അവസാനം ഇവിടെ പറവൂരിൽ ചേന്ദമംഗലത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആൾ പറയുന്നത് മുൻവശത്തെ വാതിൽ ഇവർ കുറ്റിയിട്ടിരുന്നു. പുറത്തുനിന്ന് കുറ്റിയിടാവുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു. അത് മുൻവശത്ത് അവർ കുറ്റിയിടുകയും പിറകിലത്തെ ഡോർ വഴി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അതായത് ആ വീട്ടിലേക്ക് കയറുമ്പോൾ മറ്റേ പുറത്തേക്ക് ആരും തന്നെ പോയില്ലെങ്കിലും അവരെ നേരിടാനോ അല്ലെങ്കിൽ അവരെ തല്ലി വീഴ്ത്താനോ അവരെ ആക്രമിക്കാൻ ഇതെല്ലാം ഇവർ സന്നദ്ധരായിക്കൊണ്ട് തന്നെയാണ്. അവിടേക്ക് എങ്ങും ഓടി രക്ഷപ്പെടാൻ ഇടയില്ലാത്ത വിധം അവരെ ആക്രമിച്ച് വീഴ്ത്തുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇവരൊരു പ്രവർത്തന ശൈലിയെല്ലാം വന്നിരിക്കുന്നത്. അവരൊരു ഈ കഴിഞ്ഞകാല പ്രവർത്തന രീതികളുമെല്ലാം അതേ ശൈലിയിലുള്ളതുമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇത്ര കണ്ടത് ഭയം ജനിപ്പിക്കുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനായിട്ട് റൂറൽ SP പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം തീർച്ചയായും ഡാനി, ഇന്ന് രാവിലെ ഈ പറവൂരിൽ ഈ മോഷണം നടന്ന വീടുകളിലൊക്കെ ചെന്ന്, മോഷണശ്രമം ഉണ്ടായ വീടുകളിലൊക്കെ ചെന്ന് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ടോ? കാരണം ഈ സംഭവം നടന്ന് മോഷണശ്രമം ഉണ്ടായി ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും
പോലീസ് പ്രതികളെ പിടിച്ചിട്ടില്ല, യാതൊരു സൂചനയും ലഭ്യമായിട്ടില്ല. നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിലാണോ? ടോമ്, കടുത്ത ആശങ്ക, വല്ലാത്ത പേടി, ഇതെല്ലാം അവരിലുണ്ട്. ഏത് സമയം ഇപ്പോൾ ഈ രാത്രിയിലേക്കെല്ലാം കിടക്കുമ്പോൾ പോലീസ് പെട്രോളിംഗ് നടത്തുന്നു എന്നെല്ലാം തന്നെ പോലീസ് പറയുമ്പോൾ പോലും കടുത്ത ഭീതി അവരിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് വളരെ പ്രകടമാണ്. കാരണം ഒരു വീട്ടിലേക്ക് നേരിട്ട് വന്ന് അത് ഈ തട്ടി തുറക്കുന്നതെല്ലാം തന്നെ ശബ്ദം സാധാരണ കള്ളൻ ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതങ്ങനെയൊന്നുമല്ല. ഇത് കുത്തി തുറക്കാൻ ശ്രമിക്കുകയാണ്. ആ വീട്ടിൽ ആരുണ്ട്, എത്ര പേരുണ്ട്, അവരെഴുന്നേറ്റ് വരും, അങ്ങനെ ഒരു ആലോചനയില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ ഭീതി പരത്തുന്നത്. അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പാര പോലുള്ള ആയുധങ്ങൾ, അത് ഇത്തരം ഈ പണിയായുധങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചാണ് അവരിവിടേക്ക് എത്തുന്നത്. വാതിൽ ഏത് വിധേനയും കുത്തി തുറക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എത്ര പേരുണ്ടെന്നോ അതൊന്നും അവരുടെ വിഷയമല്ല. അകത്തേക്ക് ഇരച്ചു കയറുക എന്നത് തന്നെയാണ്. അത് തന്നെയാണ് എല്ലാവരെയും ഭയചകിതരാക്കുന്നത്. കൂടുതൽ കരുതൽ ആവശ്യമാണെന്ന് പറയുന്നു. ആ പ്രദേശത്ത് നാട്ടുകാരൊരു കൂട്ടായ്മകളെല്ലാം രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോന്നിരിക്കുന്നു. രാത്രി നാട്ടുകാരുടെ വക ഒരു ജനകീയ പെട്രോളിംഗ് നടത്തണം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്താകാമെന്ന് തന്നെയാണ് ഇവരൊരു രീതി വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് പോലീസ് ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, കൂടുതൽ പെട്രോളിംഗ് നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും പറവൂരിൽ കേസിൽ തീർച്ചയായും പോലീസ് 10 അംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രതികൾ ഈ പറവൂരും പരിസര പ്രദേശങ്ങളിലും തന്നെ ഉണ്ടാകുമോ, അതോ അവിടെ നിന്നും ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സാഹചര്യത്തിലും പ്രതികൾ അവിടെ നിന്നും നാട് വിട്ടിരിക്കുമോ, സംസ്ഥാനം കടന്നിരിക്കുമോ? എന്താണ് അത്തരം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? പോലീസ് ഇതിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിലവിൽ പോലീസ് തന്നെ പറയുന്നൊരു കാര്യം, ഇവരെ വളരെ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നതല്ല. അവിടെ കൃത്യമായ രീതിയിലൊരു നിരീക്ഷണം, അതുവഴി ആ വഴിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാകും. അത് ഈ സംഘത്തിൽപ്പെട്ടവർ തന്നെ മോഷണത്തിന് അവിടെ പരിശോധനകൾക്ക് വേണ്ടി എത്തണമെന്നില്ല. മറ്റാരെങ്കിലും കൂട്ടത്തിലുള്ളവർ തന്നെയാകും. അവർ റോഡിന് മറ്റേതെങ്കിലും ഭാഗത്ത് നിൽക്കും. അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിൽ ഉൾപ്പെടുന്ന മോഷണത്തിൽ വൈദഗ്ധ്യമുള്ള ഈ ആക്രമണ സ്വഭാവമുള്ള കൂടുതൽ ഇവരായിരിക്കാം അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവർ പകൽ എന്ത് ചെയ്യുന്നു, എവിടെയാണ് അവരുടെ ഒളിയിടങ്ങൾ എന്നതാണ് പ്രശ്നം. അതിൽ പോലീസ് പറയുന്നത് പലപ്പോഴും ഇവർ ഈ നിരീക്ഷണത്തിനായിട്ട് മറ്റുള്ളവർക്കൊപ്പം തന്നെ നടക്കുന്നൊരു പതിവുണ്ട്. അത് ഈ ആക്രി പെറുക്കുന്നവരാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ വീടുകളിലേക്ക് ജോലി അന്വേഷിച്ചെത്തുന്നവരാണെങ്കിലും സഹായം ചോദിച്ചെത്തുന്നവരെന്ന വ്യാജേനയും ഇങ്ങനെയെല്ലാമാണ് അവർ ഓരോ വഴിയും പഠിക്കുന്നതും അതുവഴി കടന്നു പോകാനെല്ലാം തന്നെ അവരെ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്വഭാവത്തോടുകൂടി, നിരീക്ഷണ സ്വഭാവത്തോടുകൂടി അവർ പകൽ ഉണ്ടാകും. സാധാരണ തൊഴിലിടങ്ങളിൽ എന്ന പോലെ അവർ സജീവമായിരിക്കും. ഈ നാടോടികൾക്കൊപ്പം അവർ സഞ്ചരിക്കുകയും ചെയ്യുമെന്നെല്ലാം തന്നെ പോലീസ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ തൊഴിലെടുത്ത ഈ രീതിയിൽ ആക്രിയാണെങ്കിലും ആക്രി എല്ലാം പെറുക്കി വിറ്റ് ഉപജീവനം നടത്തുന്നവരെല്ലാം സാധാരണക്കാരായവരുണ്ട്. അവരെല്ലാം ഈ ഒരു നിരീക്ഷണത്തിലേക്ക് വരുന്നു. അവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി കാര്യങ്ങൾ വരും. എങ്കിലും അവരിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പോലീസ് കണ്ടെടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇവരിൽ ഈ സംഘത്തിൽപ്പെട്ട പലരും ജയിലിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് ചിലർക്കെതിരെയെങ്കിലും കേസുണ്ട്. അപ്പോൾ അവരെല്ലാം ട്രാക്ക് കൃത്യമായി എടുക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. വൈകാതെ വ്യക്തമായ നിരീക്ഷണമാണ് ഡാനിപ്പോൾ നൽകുന്നത്. നമ്മുടെ നാട്ടിലെ ഇതര സംസ്ഥാനക്കാർ നാടോടികളുമായി നിരവധി പേർ പലയിടങ്ങളിലും താമസിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ആക്രി പെറുക്കാൻ എത്തുന്നവർ, മറ്റേതെങ്കിലും സഹായം ചോദിച്ചു വരുന്നവർ, അങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇതുപോലുള്ള നാടോടികളെയോ ഒരു കവർച്ചാ സംഘമെന്ന് തോന്നുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുക. ജനങ്ങൾ ആശങ്കപ്പെടാനല്ല ഈ വാർത്ത കൃത്യമായും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും സംശയം തോന്നുന്നവരെ, നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ആളുകൾ എത്തുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് വേണ്ടത്. കാരണം ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം മോഷണം നടക്കുന്നു, 2 ദിവസത്തിന് ശേഷം പറവൂരിലെത്തുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഈ കുറുവാ സംഘങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ
ജാഗ്രത പുലർത്തണം, പോലീസിനെ വിവരം അറിയിക്കണം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഓർമ്മപ്പെടുത്തുന്നത്. ആലപ്പുഴയിലെ കുറുവ മോഷ്ട പരമ്പരയിൽ മോഷ്ടാക്കളിൽ ഒരാളെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇയാൾ പ്രായമായ ആളാണെന്ന് നിരവധി മോഷ്ടക്കേസുകളിൽ പ്രതിയൊന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പുന്നപ്രയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തൂക്കുകുളത്ത് യുവാവിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞത് ഇയാളുടെ കൂട്ടാളിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയാത്തത് ജനങ്ങളിൽ വലിയ രീതിയിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ജനങ്ങൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. കാരണം ആലപ്പുഴയിൽ നിന്ന് പറവൂരിൽ എത്തിയ സംഘത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അത് കുറുവ സംഘമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നില്ല. പോലീസ് ആ രീതിയിലുള്ളൊരു നിഗമനത്തിലല്ലായിരുന്നു പോലീസ്. നിലവിൽ ഒരു പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചെന്ന് പറയുന്നു. ഏതെങ്കിലും കുറുവ സംഘത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽപ്പെട്ടവരോ അങ്ങനെ ഏതെങ്കിലും സംഘമെന്നാണോ പോലീസിന്റെ സംശയം? കുറുവ സംഘം എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഇവർ മോഷണം നടത്തിയതിനു ശേഷം രക്ഷപ്പെടുന്ന അതിനുള്ള അവരുടെ ഒരു രീതിയും ഒപ്പം തന്നെ ആ ഒരു വേഗതയും ഒക്കെ കണക്കിലെടുത്ത് തന്നെയാണ് ഇത് കുറുവ സംഘമാണ് എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് പോലീസ് പോകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഈ കേസിനകത്ത് നിർണായകമായി കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്ന് ലഭിച്ച ഒരു CCTV ദൃശ്യമാണ്. ആ CCTV ദൃശ്യത്തിൽ ഉള്ള ഒരാളുടെ മുഖം ഏറെക്കുറെ അന്വേഷണ സംഘത്തിന് വ്യക്തമായി എന്നുള്ള വിവരമാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇയാളെ സംബന്ധിച്ച് ഇയാൾ കുറച്ച് പ്രായം ചെന്ന ആളാണ്. ഇയാൾക്ക് നിരവധി മോഷണ കേസുകളിൽ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പറവൂരിന് ശേഷം തൊട്ടടുത്ത് തന്നെ തൂക്കുകുളത്ത് മറ്റൊരു മോഷ്ടാവിനെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഒരു മോഷ്ടാവിനെ അയാൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. മൂക്കിനെ ഇടിയേറ്റിട്ടുള്ള ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം മൂക്കിന്റെ പാലത്തിന് നല്ലപോലെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ആ പ്രദേശത്ത് ഇവർ തമ്മിൽ മൽപ്പിടുത്തമുണ്ടായ സ്ഥലത്ത് രക്തമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആരെങ്കിലും ചികിത്സ നേടിയിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറവൂര് കണ്ടെത്തിയെന്ന്, അതായത് മോഷ്ടാവാണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ കൂട്ടാളിയാകും തൂക്കുകുളത്തും എത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒക്ടോബർ 30 ശേഷം ആലപ്പുഴ വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം രാത്രി കാലങ്ങൾ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. ഒരു ഇടത്ത് നിന്ന് പലയിടത്തേക്ക് കള്ളന്മാർ മാറി കയറുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരത്തിൽ മണ്ണഞ്ചേരിയിൽ 11, 12 വാർഡുകളിൽ 4ഓളം വീടുകളിൽ തുടർച്ചയായി കയറുന്ന സാഹചര്യം. അതാണ് പോലീസ് പറയുന്നത്. അതായത് കേരളത്തിൽ നിന്നുള്ള മോഷ്ടാക്കളാണെങ്കിൽ തീർച്ചയായും ആളറിയുകയോ അല്ലെങ്കിൽ മറ്റ് ബഹളങ്ങളിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരിടത്തേക്ക് കയറാൻ ശ്രമിക്കാറില്ല. അവർ പിന്നീട് അവിടം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് തന്നെ ഒരു വീട്ടിൽ കയറുകയാണെങ്കിൽ അവിടെ തിരിച്ചറിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് അധികം ദൂരമല്ലാത്ത അടുത്ത വീടുകളിലേക്ക് കയറുന്നു. സമാന സ്വഭാവം മോഷണത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അല്പമെങ്കിലും ആശ്വാസം പകരുന്ന പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത ഇതിൽ ഒരാളെ തിരിച്ചറിയാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളെ പിടിക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഇത്തരത്തിൽ തിരുട്ട് ഗ്രാമത്തിൽ നിന്നെത്തിയ കുറുവ സംഘത്തിന്റെ ആളുകൾ തന്നെയാണ് ഇവരെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് പോകുന്നത്. ടോം. ശരണ്യ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം ഒരു പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒരു രീതി എങ്ങനെയാണ്? മോഷണത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകുക, പിന്നീട് ഒരു വീട് കണ്ടെത്തി തിരികെ വരിക, അങ്ങനെയാണോ? അതോ അവരുടെ കൃത്യമായും ലക്ഷ്യമിട്ടതനുസരിച്ച് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ നിന്നും പറവൂരെത്തുക, പറവൂരിൽ നിന്നും പിന്നീട് മറ്റേതെങ്കിലും സ്ഥലത്തിലേക്ക് പോകുക, അങ്ങനെ ഒരു മോഷ്ട പരമ്പര തന്നെ നടത്തിയ ശേഷം മടങ്ങുകയാണോ? അതോ ഓരോ മോഷ്ടത്തിന് ശേഷവും തിരികെ നാട്ടിൽ പോയി തിരിച്ചു വരുന്നതാണോ ഇവരുടെ രീതി?
അങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എല്ലാ ദിവസങ്ങളിലും അടുപ്പിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെയാണെങ്കിലും ഇപ്പോൾ ആദ്യം ഇന്ദിരാ ജംഗ്ഷനിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇവര് മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 11, 12 വാർഡുകൾ കയറി. അതിന് പിറ്റേ ദിവസം തന്നെ അതേ ദിവസം തന്നെ ഇവർ കോമളപുരത്ത് നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കോമളപുരത്ത് വീടുകൾ കയറി എന്നുള്ള വിവരം ലഭിക്കുന്നു. മോഷ്ടാക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ടോർച്ചിന്റെ വെളിച്ചം കണ്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പുന്നപ്രയിൽ വരുന്നു. വളരെ അടുത്തടുത്ത ദിവസങ്ങൾ തന്നെയാണ് ഈ മോഷ്ടാക്കൾ, അതും വലിയ വ്യത്യാസമില്ലാതെ നഗരത്തിൽ തന്നെ പലയിടങ്ങളിൽ ചുറ്റിപ്പറ്റി നടക്കുന്നു. അതേസമയം തന്നെ അവര് ഹരിപ്പാട്, കരിയിലക്കുളങ്ങര അടക്കമുള്ള മേഖലകളിലും ഒക്കെ എത്തുന്നു. ഇപ്പോൾ പറവൂരെത്തി എന്നുള്ള വാർത്തകൾ നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എല്ലായിടത്തേക്കും ഇവർ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭയം എന്നുള്ള കാര്യം ഇവർക്ക് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉണ്ടോ എന്നുള്ളതെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരും പോലീസും അത് തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ മോഷ്ടാക്കളെ പോലെയല്ല, ഇവര് കുറച്ചുകൂടി പരിശീലനം സൃഷ്ടിച്ചവരാണ്, ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം മാധ്യമങ്ങളിലടക്കം ഇത്രയധികം വാർത്തകൾ വന്നിട്ടും അവരുടെ ഒരു എയിമുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ആ രീതിയിൽ മറ്റ് കാര്യങ്ങളെ വന്ന് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക. നേരത്തെ ടോം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അതായത് ഇവർ മോഷണത്തിന് ശേഷം മടങ്ങിപ്പോകുക എന്നുള്ളത്. ആലപ്പുഴയിൽ 1.5 വർഷം മുമ്പ് ഇതിന് സമാനമായ രീതിയിൽ അരൂർ മുതൽ പുന്നപ്ര വരെ മുഹമ്മയും കഞ്ഞിക്കുഴിയും അടക്കമുള്ള വിവിധ മേഖലകളിൽ കുറുവാ സംഘത്തിന്റെ മോഷണം ഉണ്ടായിരുന്നു. ഇവര് 19 കേസുകളാണ് അന്ന് ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ആ കേസുകളിലൊന്നും പ്രതികളെ പിടിക്കാൻ പോലീസിന് പറ്റിയില്ല. അതിനുശേഷം പിന്നീട് പെട്ടെന്നുള്ള ഇവരുടെ ഒരു മോഷണം അവസാനിക്കുകയും പിന്നെ ഒരു നീണ്ട ഇടവേളയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു തുടർച്ചയായി ഒരു മോഷണ പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അതാണ് ശരണ്യ, കാരണം നേരത്തെ ആലപ്പുഴയിലെത്തിയ സംഘം വീണ്ടും അതേ രീതിയിൽ തന്നെ വീണ്ടും ഈ സമീപ പ്രദേശങ്ങളിൽ മോഷ്ടിക്കാനെത്തുന്നു. പോലീസിന്റെ ഒരു വീഴ്ചയല്ലേ ഇങ്ങനെ തുടർച്ചയായി ഈ മോഷണ സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ മോഷണ പരമ്പര നടത്തുന്നതിന് പിന്നിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഇപ്പോൾ കേസെടുത്ത് ഇത്രയും കേസുകൾ 19ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് വർഷം പിന്നിടുമ്പോഴും അവർക്ക് പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെ ഇതിനകത്ത് എത്രമാത്രം ഈ അന്വേഷണവുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പത്തനംതിട്ടയിലൊക്കെയാണ് ഈ കുറുവാ കേസുകൾ കൂടുതൽ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ പോലും ഈ ആലപ്പുഴയിൽ തന്നെ ഇത്തരത്തിൽ ഉള്ള കേസുകൾ 19 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും അതിനകത്ത് ഇവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് എന്നുള്ളതാണ് പോലീസുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് ഇവരെ പിടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേക ശൈലിയുണ്ട്. ചിലപ്പോൾ ഇവർ താലിമാല മോഷ്ടിച്ചു കഴിഞ്ഞാൽ താലി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ശൈലിയൊക്കെ, അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളും ഒക്കെ ചില ഇടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മണ്ണഞ്ചേരിയിൽ മാല പൊട്ടിച്ച താലിയുമായി മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടയിൽ താലിയും കൊളുത്തുമാണ് ലഭിച്ചത്. പക്ഷെ പിന്നീട് ആ താലി ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചില വിശ്വാസങ്ങളും, പിന്നെ ഇവര് കുറുവയാണെങ്കിൽ ഇവര് പോലീസ് പറയുന്നത് ഇവർ വർഷങ്ങളായി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കിലോമീറ്ററുകളോളം നടക്കും, വാഹനങ്ങൾ ഉപയോഗിക്കാറില്ല, നടന്നാണ് കൂടുതലും സഞ്ചാരം മുഴുവൻ. ഒപ്പം തന്നെ നാടോടികൾക്കൊപ്പമാണ് താമസിക്കുന്നത്. ഇവര് ഈ പരിസരങ്ങളിലെല്ലാം ചിലപ്പോൾ ഈ കത്തി മൂർച്ച കൂട്ടാനും അങ്ങനെയുള്ള പല ജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഇവര് ആക്രി പെറുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് ഓരോ സ്ഥലങ്ങളിലും എത്തി ഒരു വാച്ചിങ് ഒക്കെ നടത്തിയിട്ട് പിന്നീട് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് കയറുന്ന രീതിയാണ്. പൊതുനിരത്തിലേക്ക് ഇറങ്ങുക വളരെ വിരളമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ കുറുവാ സംഘം നാട്ടിൽ വിലസുന്നത് മലയാളികളെ സംബന്ധിച്ച്, നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പോലീസ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ ലഭിച്ചാൽ ഇതുപോലെ നാടോടി സംഘങ്ങളോ മറ്റേതെങ്കിലും ആക്രി പിറക്കാൻ എത്തുന്നവരൊക്കെ പകൽ സമയങ്ങളിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പോലീസിനെ വിവരം അറിയിക്കുക. പ്രത്യേകിച്ച് സംശയം തോന്നിയാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്.